അതിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? സീഡ് ഫണ്ടിങ് ആണ്. ഈ സീഡ് ഫണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.20 വെച്ച് വരുമാനം ഇറങ്ങും. അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ 2 ടോക്കൺ വീതം നമുക്ക് 2 PVC മെറ്റ വീതം പിറ്റേ ദിവസം മുതൽ നമുക്ക് വരുമാനം വരും. 1000 ദിവസം കൊണ്ട് നമ്മൾ ഒരാളെയും റെഫർ ചെയ്തില്ലെങ്കിൽ 1000 ദിവസം കൊണ്ട് ഈ 1000 PVC മെറ്റ 2000 ആയിട്ടാണ് മാറുന്നത്. മറ്റെവിടെയും ഇത് കാണാനില്ല. കാര്യം നമ്മൾ 10 ബിറ്റ്കോയിൻ വാങ്ങിച്ചാൽ അത് 10 കാണത്തുള്ളൂ. നമ്മൾ ഷെയർ മാർക്കറ്റിൽ കയറി ഏതെങ്കിലും ഒരു ഷെയർ വാങ്ങിച്ചാൽ ആ നമ്പരേ കാണത്തുള്ളൂ, കൊടുക്കാൻ നേരത്ത് അതേ കാണത്തുള്ളൂ. അല്ലാതെ അത് നാളെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. ഇവിടെ എന്താണ്, ഇന്ന് മേടിച്ചെങ്കിൽ നാളെ മുതൽ അതെന്ത് ചെയ്യും, വരുമാനം ഇറങ്ങിയിട്ട് ഇത് പതുക്കെ 1000 2000 ആയിട്ട് മാറാൻ 1000 ദിവസമാണ് എടുക്കുന്നത്. ഈ 1000 ദിവസം കുറക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അതിനെന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെ റെഫർ ചെയ്താൽ മതി. ഇത് 20 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ 20 ആൾക്കാരെ നമ്മളിവിടെ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർക്കും 2 വിധം ഇറങ്ങി. ഇതേപോലെ തന്നെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% നമുക്ക് ലഭിക്കും. എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് 12 PVC മെറ്റ കിട്ടും ഒരു മാസം. അപ്പൊ 12 24 240 PVC മെറ്റ കിട്ടും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ 2 വീതം ഇറങ്ങി 1000 ദിവസം എടുക്കുമെങ്കിൽ ഇത് ഒരു മാസം നമുക്ക് നമ്മുടെ താഴെ വന്ന 20 പേരിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് 12 വെച്ചിട്ട് 20 വ്യക്തിയിൽ നിന്ന് നമുക്ക് 240 PVC മെറ്റ നമ്മൾക്ക് ഇറങ്ങുന്ന PVC മെറ്റയുടെ കൂട്ടത്തിൽ ആഡ് ഓൺ ആകും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന 60 കൂടെ കൂട്ടുമ്പോൾ 300 PVC മെറ്റ ഇറങ്ങും. അപ്പൊ 2000 ആകാനായിട്ട് എന്ത് ചെയ്താൽ മതി, 2000 നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 6 വർഷം സംതിങ് കൊണ്ട് നമ്മൾക്ക് ഈ കറൻസി എന്തായിട്ട് മാറ്റാൻ പറ്റും, 2000 ആക്കി മാറ്റാൻ പറ്റും. ഇനി ഇവിടെ ഈ 20 പേരോട് നമ്മളിത് പറഞ്ഞു കൊടുത്താൽ മതി, ഇത് എനിക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ 6 മാസം സംതിങ് കൊണ്ട് നിങ്ങൾക്ക് 1000 2000 ആക്കാനുള്ള ഒരു വിദ്യയുണ്ട്. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 20 ആൾക്കാരെ റെഫർ ചെയ്യുക. അപ്പോ ആ 20 പേരെ റെഫർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടിയ നമുക്ക് കിട്ടിയ 6 മാസം കൊണ്ട് 2000 ആയി മാറുമ്പോൾ നമ്മൾ 1000 ആകാനായിട്ട് 3 മാസം സംതിങ് വന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിലേക്ക് രണ്ടാമത് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ടാമത് അത് റീച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന 20 പേരെ ആരെയും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഈ വന്ന വരുമാനം വീണ്ടും 30 തവണ ചെയ്യാനുള്ള സമയം നമുക്ക് ഈ 1000 ദിവസം കൊണ്ട് കിട്ടും. അങ്ങനെ കിട്ടിയാൽ എന്താ സംഭവിക്കുന്നത് കേട്ടോളൂ. നമ്മൾ മുടക്കിയത് ആകെ 5000 രൂപയാണ്. വന്നവരും മുടക്കിയത് 5000 രൂപയാണ്, 20 പേരും. നമ്മൾ ഈ ടോക്കൺ 30,000 ആയിട്ട് മാറും ഈ 1000 ദിവസം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആകെ 1000 ടോക്കണേ മേടിച്ചിട്ടുള്ളൂ. ഇനി ഇതേ സംഭവം അവരെടുക്കൽ എന്ന് പറഞ്ഞു കൊടുത്താലോ, ഈ 20 പേരെടുക്കൽ എനിക്ക് ഇങ്ങനെ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ഇതേപോലെ 20 പേരെ റെഫർ ചെയ്താൽ രണ്ടാമത്തെ ലെവലിലേക്ക് ഇറങ്ങുന്ന പറയുമ്പോൾ 400 പേരാണ് അവിടെ വരുന്നത്. ഒരാൾ 20 പേരെ വെച്ചിട്ടുണ്ട്. അപ്പൊ 400 പേര് വരുമ്പോൾ ഇതേ പ്രോസസ്സ് അവിടെ നടന്നാൽ എന്തു നടക്കും, ആ വരുന്ന ടോക്കണുകൾ വീണ്ടും നമ്മൾ ആയിട്ട് അതിനായി ഡെപ്പോസിറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് അടുത്ത ഒരു വർഷം ഈ പറയുന്ന 1000 ദിവസം കൊണ്ട് 3 ലക്ഷം ആയിട്ടാണ് അത് മാറുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം 2.25 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 1000 ദിവസം കഴിയുമ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇപ്പൊ നിൽക്കുന്ന വില 4 രൂപയാണെങ്കിൽ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ 4 രൂപയാണ് കിട്ടണമെങ്കിൽ അന്ന് 100 രൂപയാകണമെങ്കിൽ എത്ര ലക്ഷമായിട്ട് വരും എന്ന് ആലോചിച്ച് നോക്കും. ഈ 3 ലക്ഷം വരികയാണെങ്കിൽ അപ്പോൾ കോടികളായിട്ടാണ്. അത് നാളെ 1000 ആയിട്ട് മാറാനായിട്ട് അധികം സമയം വേണ്ട. ഇത് ലിസ്റ്റ് ചെയ്ത് ട്രേഡിങ് വന്നു കഴിഞ്ഞാൽ 1000 കടക്കാനായിട്ട് 4-5 മാസത്തിലധികം എടുക്കാനുള്ള സാധ്യതയില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്റെ പ്രഡിക്ഷൻസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ കാണാൻ പറ്റും. അപ്പൊ 2.25-3 വർഷം കഴിയുമ്പോൾ അതിന്റെ വില 2000-3000 ഒക്കെ അവിടെ പ്രഡിക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഗൂഗിളിൽ കയറി ഒക്കെ കാണാൻ പറ്റും. 2030 അത് വരുന്നത് 12,000 രൂപയൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ 3 ലക്ഷം ടോക്കൺ 10,000 രൂപ വിലയാണെങ്കിൽ 3 ലക്ഷം ഗുണം 10,000 നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കും. നമ്മൾ ഞെട്ടിപ്പോകും. അപ്പൊ നാളെ ഈ ടോക്കണ് ഇന്ന് ബിറ്റ്കോയിന് 1 ലക്ഷം 1 കോടി കടന്നിട്ടുണ്ടെങ്കിൽ ഈ ടോക്കണും ഭാവിയിൽ 1 ലക്ഷം കടക്കാനുള്ള സർവ്വ സാധ്യതകളും. ബിറ്റ്കോയിൻ വന്നതുപോലെ 10-17 വർഷം എടുക്കുമെന്ന് ഒരിക്കലും ധരിക്കേണ്ട. കാര്യം ഇന്ന് ടെക്നോളജി മാറി. അന്ന് നമ്മൾ ബിറ്റ്കോയിൻ വരുന്ന സമയത്ത് ഈ കാര്യത്തിൽ ടെക്നോളജികളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് വെബ്3യിലാണ് ഇത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയം, ആ ബിറ്റ്കോയിൻ എടുത്തതിനേക്കാൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എന്തായി, ഈ PVC മെറ്റ എന്ന് പറയുന്ന ടോക്കൺ ലോകത്തെ ഭരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വിലയുള്ള ടോക്കൺ ആയിട്ട് മാറും എന്നുള്ളതിനകത്ത് യാതൊരു സംശയം വേണ്ട. കാര്യം ഈ ടോക്കൺ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക്. അപ്പോൾ സീഡ് ഫണ്ടിങ് എന്ന് നമ്മൾ ടോക്കൺ ഫാമിങ് ചെയ്യുന്നതിനേക്കാൾ
വലിയൊരു സംഭവമാണ് സീഡ് ഫണ്ടിങ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 5000 രൂപ മുടക്കി വന്ന ഒരാളെ പോലും നമുക്ക് കോടീശ്വരനാക്കാൻ അല്ലെങ്കിൽ ലക്ഷാധിപതിയാക്കാൻ ഇവിടെ വളരെ ചുരുങ്ങിയ സമയം മതിയെന്നത് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. വേറെ ഒരാൾക്കും അതിനകത്ത് ഇടപാടില്ല. ഇതിൽ വന്ന ഓരോ പാർട്ട്നേഴ്സും, ഇതിൽ വന്ന് പാർട്ട്ണറാകുന്ന വ്യക്തിയാണ് തീരുമാനിക്കുന്നത് എത്ര വരുമാനം വേണം, എത്ര സ്പീഡിൽ വേണം. ഇതിനെല്ലാമുള്ള അവസരം ഇവിടെ നമുക്ക് സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തെ വേണ്ട വിധത്തിൽ നമ്മുടെ ലീഡർമാരെ ഉപയോഗിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഇന്ന് ഫിസിക്കൽ മീറ്റിംഗ് കണ്ണൂരിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ധാരാളം ഫിസിക്കൽ മീറ്റിംഗ് ഇപ്പം നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഒരുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ PVC മെറ്റ ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ടോക്കൺ ഫാമിങ്ങിനുള്ളത്. അപ്പൊ ഒരു വീണ്ടും അപ്പൊ ഇവിടെ പൈസ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോക്കൺ നമുക്ക് കൊടുക്കാൻ പറ്റും. PVC മെറ്റ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്തെ ടോക്കൺ ഫാമിങ്. പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇനി പൈസ ഉള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാം. അതിനെന്ത് ചെയ്താൽ മതി? 18,000 രൂപ മുടക്കിയാൽ മതി. 13,000 രൂപ കൂടെ മുടക്കിക്കൊണ്ട് അവിടെ ടോക്കൺ ഫാമിങ് ചെയ്താൽ അവിടെയും 0.20 വെച്ച് വരുമാനം ഇറങ്ങാൻ തുടങ്ങും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയും നമുക്ക് ആ വ്യക്തികളെ കൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലത്തും വരും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന് മൾട്ടിപ്പിൾ വരുമാനം കിട്ടുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോ ഈ സിസ്റ്റത്തിന്റെ വലിയ വലിപ്പം നിങ്ങൾ മനസ്സിലായി. ഇനി അവിടെ നമുക്കിത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഈ PVC മെറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓൺലൈൻ ഗെയിമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ബൈ NFTs അതിന് ഉപയോഗിക്കാൻ പറ്റും. മ്യൂച്വൽ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ഡൊണേഷൻസ്, വലിയ വലിയ ഡൊണേഷൻസ് കൊടുക്കാം. പേ ഫോർ സിമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ക്രോസ് കൺട്രി ട്രാൻസാക്ഷൻസ്, അങ്ങനെ ധാരാളം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ധാരാളം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഗെയിം കളിക്കാനും. അപ്പോൾ ഈ 6 പ്രോജക്റ്റുകൾക്കും വേണ്ടി ആണ് ഈ സിസ്റ്റം, ആദ്യത്തെ സിസ്റ്റം കൊണ്ടുവന്നത്. ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. 1 രൂപ അവർ അന്ന് തുടങ്ങിയത് ഏതാണ്ട് 8,23,000 കോടി ഇന്ത്യൻ മണിക്ക് സമാനം. ഇന്ന് അത് നോക്കുകയാണെങ്കിൽ 9.5 ലക്ഷം കോടിയുടെ റിസർവ് ഫണ്ട് DP ഈ ഡിജിറ്റൽ കറൻസി വെച്ചുകൊണ്ടാണ് സിസ്റ്റം. അതിന്റെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാ സിസ്റ്റം ഓൺ ആകുമ്പോൾ ഇനി രണ്ടാമത് റീ ഓപ്പൺ ആവും അത്. അപ്പോ ഇനിയും നടക്കാൻ പോകുന്നത് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് സിസ്റ്റം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രണ്ട് സിസ്റ്റത്തിനകത്ത് നമുക്കിത് കിട്ടും. ഈ പറയുന്ന 0.20 രണ്ട് സ്ഥലത്തും 20 മെട്രിക്സ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. അതിന്റെ വലിപ്പം എത്ര വലുതായിരിക്കും എന്ന് മാത്രം ആലോചിക്കുക. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഇനി ഇവിടെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ബഹുമാന്യ ഗെറ്റ് ലീഡർ അശോക് സാറ് നമുക്കൊരു മെറ്റ ആർമി എന്ന് പറഞ്ഞ് ശനിയാഴ്ചകൾ നടക്കുന്ന മീറ്റിംഗ് നിങ്ങൾക്ക് അറിയാം. പുതിയതായി വന്നവരെ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സിസ്റ്റത്തിലേക്ക് വന്നു, നമ്മൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് 20 പേരെ നമ്മൾ സ്പോൺസർ ചെയ്യുക, 20 അക്കൗണ്ടുകൾ തുറക്കുക. നമ്മളൊരു അക്കൗണ്ട് തുറന്ന് 20 അക്കൗണ്ടുകൾ തുറക്കുക. പിന്നെ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ മലയാളത്തിൽ ഇതിനകത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ചെയ്യാൻ തയ്യാറായാൽ മതി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ മീറ്റിങ്ങിലേക്ക് അവരെ വിളിച്ച് കയറ്റുക. അതാണ് ആകെ 3 കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിയുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സിസ്റ്റവുമായി നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ അശോക് സാറ് എഗ്രിമെന്റ് വെച്ചിട്ട് അവരുമായിട്ട് 1.5 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ വർഷങ്ങളായി ട്രേഡിങ് നടക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ഒഫീഷ്യൽസ് ഉണ്ട്. അവർ നിങ്ങളെ വാച്ച് ചെയ്യും. എന്നിട്ട് ഇതുപോലെ കൃത്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും 20 പേരെ നമ്മൾ ഇതിനകത്ത് റെഫർ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന മീറ്റിങ്ങിൽ കയറുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അവരിട്ട് ആ മെറ്റ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയത്. ഇപ്പൊ അത് ഒരു ഫിൻടെക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഈ പ്രസ്ഥാനത്തിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, 1.5 ലക്ഷം രൂപ ഓരോ മാസവും അഡ്വാൻസ് ആയിട്ട് അദ്ദേഹം ഈ പേയ്മെന്റ് കൊടുത്തുകൊണ്ട്, നമ്മൾ 1 രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല, കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, അവിടെ 3 വലിയ പ്രസ്ഥാനങ്ങൾക്ക് ബ്ലോക്ക് ചെയിനിൽ പരസ്യം കൊടുത്തിട്ടിരിക്കുക. 2ാമത്തെ 4ാമത്തെ 8ാമത്തെ ബ്ലോക്ക് ചെയിനിലാണ് പരസ്യം കൊടുക്കുന്നത്. കാര്യം ബ്ലോക്ക് ചെയിനിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ട്രേഡിങ് നടക്കുന്നത്, ഇതിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ തിരക്കി വരുന്നത്. അപ്പോ ഇപ്പൊ ഒരു 2.25 ലക്ഷം 3 ലക്ഷം ആൾക്കാരിലേക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് PVC മെറ്റ എത്തപ്പെട്ടിട്ടുള്ളൂ.
ഇപ്പൊ അടക്കാൻ പോകുന്നത് ഈ സിസ്റ്റം ഇതിന്റെ സെർച്ച് എഞ്ചിനുമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായിട്ട് ഇത് സെർച്ച് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നാളെ ഇതുവരെ നമുക്ക് കിട്ടാത്ത കസ്റ്റമർ ആയിരിക്കുന്ന നമുക്ക് കിട്ടാത്ത വലിയൊരു സൗഭാഗ്യമാണ് ഇനി കിട്ടാൻ പോകുന്നത്. നമ്മൾ ആരെങ്കിലും ഇതിൽ കയറി ഗൂഗിളിൽ കയറിയിട്ട് ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ PVC മറ്റേ ഗിഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ എന്ത് കാര്യം ചെയ്താലും PVC വരും. അപ്പൊ അങ്ങനെ PVC മറ്റേ ഗിഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിനു മുമ്പ് ബ്ലോഗർമാർക്കാണ് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഒരു കസ്റ്റമർ ഇന്ന് വരെ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ പൈസ കയ്യിൽ നിന്ന് പോകണോ അല്ലാതെ നമുക്കൊന്നും കിട്ടുകയില്ലായിരുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ നമുക്കിവിടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന PVC മറ്റേ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബങ്കി എന്ന് പറയുന്ന ഇ-കൊമേഴ്സിൽ കയറി സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിൽ ഒന്നിലധികം ഫോണുകൾ കാണും. അപ്പോൾ 1 രൂപ പോലും കൊടുക്കാതെ ഈ പൈസ ഉപയോഗിച്ച് അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിച്ച് ഇത് മറ്റൊരാളോട് പറയാൻ തയ്യാറായാൽ എന്താ സംഭവിക്കുക, അവിടെയും നമുക്ക് വീണ്ടും നമുക്ക് അവിടെ റിവാർഡ് വരികയാണ് ചെയ്യുന്നത്. PVC മറ്റേ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്ത് 800 കോടിയിലധികം ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തപ്പെടാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി. അപ്പോൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് തിരക്കി അന്വേഷിച്ച ആൾക്കാർ വരാൻ അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചുമ്പോൾ ഇത് ട്രേഡിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ കൈവിടുകയാണ്. അവിടെ ഇതിന്റെ വില എങ്ങോട്ട് പോകും നമുക്ക് പറയാനൊക്കെ ഇല്ല. അപ്പോൾ ഇന്ന് ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താമസിച്ച് നിൽപ്പുണ്ടെങ്കിൽ ഇനി ഒട്ടും താമസിക്കരുത്. കാര്യം ഇത് ട്രേഡിങ്ങിലേക്ക് വന്നാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വില കയറാനുള്ള സർവ്വ സാധ്യതകളുണ്ട്. കാര്യം 1 രൂപ അല്ലെങ്കിൽ 2 രൂപയ്ക്ക് അല്ലെങ്കിൽ 2 രൂപ 80 പൈസയ്ക്ക് കൊണ്ടുവന്ന ബിറ്റ്കോയിനെ 1 കോടി ആക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ മൾട്ടി പർപ്പസ് ആയിരിക്കുന്ന ഈ ടോക്കൺ എത്ര വേഗത്തിലായിരിക്കും ലക്ഷങ്ങൾ കടക്കുന്നതെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രയും പവർഫുള്ളായ അത്രയും എന്ന് പറയുമ്പോൾ എന്ത് ഇവർ ചെയ്തിട്ടുണ്ടോ ഈ പ്രസ്ഥാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം 100% സക്സസ്ഫുൾ ആണ്. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ളൊരു വമ്പൻ സിസ്റ്റം ഭാഗമായി വന്നവരാണ് നമ്മൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു കാരണവശാൽ ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടെ ഒന്നുകൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇന്നോളം നടക്കുന്ന എല്ലാ ഫിനാൻസ് സിസ്റ്റങ്ങളും സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പണം നമ്മുടെ വാലറ്റിൽ നമ്മൾക്ക് മാത്രം കാണാനും എടുക്കാനും കൈകാര്യം ചെയ്യാനും അധികാരിയായിട്ട് തന്നിരിക്കുകയാണ്. വേറൊരാൾക്ക് അതിനകത്ത് എൻട്രി ഇല്ല. ഒരു പ്രസ്ഥാനത്തിന് നമ്മുടെ കയ്യിൽ എത്ര ആസ്തി ഇരിപ്പുണ്ടെന്ന് അറിയാൻ പറ്റിയില്ല. ഇത് നമ്മൾ പുറത്തോട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിനാൻസ് നമ്മൾ ഇത് വിൽക്കുമ്പോൾ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ആയിട്ട് നമ്മുടെ ഇവിടെ ഈ ക്യാഷ് ആയിട്ടായിരിക്കും ഇനി വരാൻ പോണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ ആർക്കറിയാൻ പറ്റുള്ളൂ, നമ്മുടെ ഗവൺമെന്റ് പോലും. അപ്പൊ ഒരു ഗവൺമെന്റിനോ ഒരു ബാങ്കിനോ ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അതാണ് ഈ സിസ്റ്റത്തിന്റെ. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ എറണാകുളത്തുള്ള ഒരു അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപ പോയിട്ടുണ്ട്. അത് അലിച്ചു നോക്കിയേ, എന്താ അവിടെ സംഭവിക്കുന്നത്. ഇത് ട്രേഡ് ചെയ്ത് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പ്രലോഭിച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുത്തിട്ട് അതിലൂടെ പൈസ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ വേലയെടുത്തുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ട്രേഡ് ചെയ്ത് അവർ പൈസ തരാമെന്ന് പറയുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചിരിച്ചിട്ടെങ്കിലേ കിട്ടുകയുള്ളൂ. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാതെ നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ വേഗത്തിൽ പണം ഉണ്ടാക്കാമെന്നുള്ള കാര്യത്തിൽ ഇടപെട്ട് ധാരാളം ആൾക്കാരെ ഇന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പണം പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട് ഈ സംഭവം, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളൊരാൾക്കും പണം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവർ ട്രേഡ് ചെയ്ത് കാശ് തരണമെന്ന്. ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ കൊടുത്ത പണം നമ്മുടെ വാലറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർണം മേടിച്ച് നമ്മളെ കഴുത്തേലോ കയ്യിലോ വെച്ചിരിക്കുന്നത് പോലെയാണ് PVC മറ്റേ വാങ്ങിച്ച് നിങ്ങൾ സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം ഇരിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഒരാൾക്കും ലോകത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. പല ആൾക്കാർക്കും സംശയത്തോടെ ഇത് നാളെ ഇത് എന്ത് ചെയ്ത് ഓൺ ചെയ്ത് നാളെ കണ്ടില്ല, അങ്ങനെയൊന്നും കാണാതെ വരുന്ന സംഭവമൊന്നും അല്ല ഇത്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്, അവര് ആദ്യം തന്നെ റിവാർഡ് കൊണ്ടായിരുന്നപ്പോ അത് കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ 15,000 കോടി കൊടുത്ത്, പിന്നെ അങ്ങനെ എന്താണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സിസ്റ്റം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകത്തേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇന്ത്യയിലെ ധാരാളം കോടീശ്വരന്മാരെ, ഞാൻ ഇത് സിസ്റ്റത്തിലേക്ക് വരുന്നത് 2021 അന്നെന്താ ഞാൻ നോക്കുമ്പോ കാണുന്നത്, എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഫോഴ്സിന്റെയും ഏറ്റവും ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഓഫീസർമാർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് അവരുടെ പടം, അവരുടെ പൊസിഷൻ, അവരുടെ റാങ്ക് സഹിതം ഇന്ന് ഞാനത് വാട്സപ്പ് എടുത്ത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അപ്പൊ ആദ്യത്തെ
ഡിജിറ്റൽ കറൻസി ഇന്ത്യയിൽ 2018 വന്നത്. അത് 2022 വരെ അതിന്റെ എല്ലാ ഇടപാടുകളും ഇവിടെ അത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? കറണ്ട് ചാർജ് അടക്കാമായിരുന്നു, അതുപോലെ ഇൻഷുറൻസിന്റെ ബില്ലുകൾ കെട്ടാമായിരുന്നു, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിലേക്ക് 100 DP, ഒരു DP എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. 100 DP എന്ന് പറയുമ്പോൾ 7500 രൂപ നമ്മൾ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ, നാഷണലൈസ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ 5 ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവസാനം ED വരെ ചെക്ക് ചെയ്ത ശേഷം ഒരു 6700 സംതിങ് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെ ക്രെഡിറ്റ് ആയതിന്റെ രേഖ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനത് ഇട്ടുതരാം. അപ്പൊ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു കാരണവശാലും നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യം, ഈ സിസ്റ്റത്തെ കുറിച്ച് ഈ മീറ്റിങ്ങുകളിൽ കൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് ഇത് ചെയ്യേണ്ട ടെക്നിക്കൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി മെറ്റാ ആർമിയിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ മെറ്റാ ആർമിയിൽ എന്താ സംഭവിക്കുന്നത്? അതിൽ വന്ന ആളെ അവിടെ ടേക്ക് ഓവർ ചെയ്യും. ഈ സിസ്റ്റം, ഈ ഗ്രൂപ്പ് അവർ നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് 90 പേരുടെ ലിസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 60-ലധികം ആൾക്കാർ ലക്ഷങ്ങൾ വരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിൽ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്യാരണ്ടീഡ് ആണ്. അത് നമ്മുടെ ലീഡർമാരാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളൊന്നും അതിനകത്ത് അറിയാൻ കാര്യം. അപ്പൊ ഈ നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ യൂസർ ID-കൾ എങ്ങോട്ട് പോകും? വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉള്ളവർ തിരക്കി വരുന്നത് എവിടെയാണ്? അവർ ബ്ലോക്ക് ചെയിനിലാണ് തിരക്കി വരുന്നത്. ബ്ലോക്ക് ചെയിനിലൂടെ നമ്മുടെ പരസ്യം പോയിട്ട് 136 രാജ്യങ്ങളിൽ നിന്നിട്ട് എൻക്വയറികൾ വന്നതിൽ 20 രാജ്യങ്ങളിൽ നിന്ന് ഇതിനകത്തേക്ക് ഫണ്ടിങ് വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഫണ്ടിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിലേക്ക് വന്ന വ്യക്തികൾ കൃത്യമായി ഇതിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ എല്ലാവർക്കും ഈ അവസരം നമ്മുടെ മെറ്റാ ആർമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലോ മറ്റൊരു സിസ്റ്റത്തിലോ നമുക്ക് കാണാൻ പറ്റുകയില്ല. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മുടെ താഴത്ത് നടക്കുന്ന ബിസിനസിന്റെ റവന്യൂ ഷെയർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ 20 ആൾക്കാരെ ഇതിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മീറ്റിംഗിൽ പങ്കെടുത്ത് ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ, യൂസർ ID അവർ എന്ത് ചെയ്യും? നമ്മൾ അതിലേക്ക് മെറ്റാ ആർമിയിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലീഡർമാരാണ് അവരാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് വിദേശത്തുള്ളവരുടെ ഫണ്ടിങ് വരുന്നത് വെച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മെറ്റാ ആർമി ORG എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൂടെ നമുക്ക് ഏത് ഭാഷയിലൂടെയും ഇത് മനസ്സിലാക്കാനും ഇതിന്റെ വൈറ്റ് പേപ്പർ കാണാൻ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അത് ഇട്ട് കൊടുത്തുകൊണ്ട് വിദേശത്തിരിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നിങ്ങൾക്ക് ഈ ഇതിൽ വന്നിട്ട് സമ്പന്നനാകാനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കണമെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയത് മാത്രം കാര്യമായില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? ഇത് വ്യക്തമായി മറ്റുള്ളവരെ ഇത് എത്രയും വേഗം നിങ്ങളുടെ ആ 20 ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്താണ്? അത് സീഡ് ഫണ്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. 5000 രൂപ മുടക്കിയാൽ പണ്ട് മറ്റോ 17,000 രൂപ മുടക്കണമായിരുന്നു. ഇപ്പൊ വെറും 5000 രൂപ മുടക്കിക്കൊണ്ട് സീഡ് ഫണ്ടിങ്ങിലൂടെ വന്നാലും ടോക്കൺ ഫാമിങ്ങിലേക്ക് മാറാൻ പറ്റും. വളരെ കാര്യം വരുമാനം അത്രയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ സുനിൽ സാർ അതിന്റെ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കുക. അതിന്റെ ചാർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ലോകത്തെ നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെർച്വൽ ബാങ്ക് ആക്കാൻ പോകുന്നതിനകത്ത് നമ്മൾ വന്നു പെട്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്പന്നരാക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ പ്രത്യേകമായി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ നടക്കുന്ന എല്ലാ ഈ ഓൺലൈൻ മീറ്റിംഗിൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ലീഡർമാരോട് ചോദിക്കണം, പഠിക്കുക. അതുപോലെ തന്നെ എവിടെയൊക്കെ ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ പോകണം. അത് ദൂരമാണെന്ന് കരുതി ഒരിക്കലും നോക്കി നമുക്ക് ഇതിനകത്ത് വളരാൻ പറ്റില്ല. കാര്യം ഈ ടോക്കൺ ഏത് നിമിഷവും ഞാൻ പറഞ്ഞു എന്താവും? ഇത് ട്രേഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിന്റെ വില റൈസ് ആയാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇപ്പോ ഏത് സാധാരണക്കാരനും ഇതിനകത്ത് വന്ന് അവരാഗ്രഹിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സിസ്റ്റമാണിത്. എന്തെല്ലാം കാര്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാൻ പോകണം നാളെ എല്ലാ കാര്യങ്ങൾക്കും.
ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു, എല്ലാ പത്രത്തിലും വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അത് പരസ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, നമ്മളോട് സിസ്റ്റം പറഞ്ഞത് 2025 എന്ന് പറയുന്നത് പേൾ വൈൻ ഇന്റർനാഷണലിന്റെ വർഷമാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. 2025 തീർന്ന് 2026 കടക്കുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നവർ നിങ്ങൾ ഇതിനകത്തൊന്ന് കാര്യമായി ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 2026 നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അത്ര ഭയങ്കര ഒരു സിസ്റ്റമാണ്. അപ്പോ ഇത് പഠിക്കുക പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈശ്വരൻ നമുക്ക് എന്തോ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ വെറുതെ ഒന്നും ഇതിനകത്തൊന്നും വന്നു പെടത്തില്ല. അത്രയധികം ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ആണ് നിങ്ങൾ ഇവിടെ വന്നു പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വഴിക്കൊന്നും വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഞാൻ 10-40 വർഷക്കാലം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഞാൻ കഷ്ടപ്പെട്ടു. അതിലൂടെ നമുക്ക് വന്നാൽ കിട്ടുന്നത് നമ്മുടെ ഗ്രൂപ്പിന് അത് വളരെ വലിയ പ്രയാസമാണ്. കുറച്ച് ലീഡർമാർക്ക് പൈസ കിട്ടുന്നല്ല, ഒരാൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. കാര്യം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വന്ന ഒരാൾ പോലും ഇതിനകത്ത് പരാജയപ്പെടുത്തില്ല. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരാൾ പോലും ലക്ഷാധിപതിയോ കോടിപതിയായിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതാണ് ആ സിസ്റ്റത്തിന്റെ അത്ര വലിയൊരു സിസ്റ്റം. ഒരാളും പരാജയപ്പെടാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ സിസ്റ്റം? ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആള് എന്താ സംഭവിക്കുന്നത്? 100 PVC മറ്റേ അവിടെ റിസർവ് ഫണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? മിനിമം ബാലൻസിൽ. നാളെ ഈ ടോക്കണിന്റെ വില 50 ലക്ഷം ആയിരുന്നു. ആലോചിച്ച് നോക്കി, അവ എത്ര ലക്ഷങ്ങളായിരിക്കും അയാൾ ആ ബാക്കിയുള്ള ഒരെണ്ണം മാത്രം അവിടെ വെക്കാൻ പറയും മിനിമം ബാലൻസ്, ബാക്കി വിൽക്കാം നമുക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു വ്യക്തി, ഡാനിയൽ ജോൺസൺ എന്ന ആ വ്യക്തി ആ പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ ലക്ഷാധിപതി കോടിപതിയായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഇത് എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ വാലറ്റ് എല്ലാ ദിവസവും കഴിയുന്നതും എല്ലാ ദിവസവും നിങ്ങളുടെ വാലറ്റുകൾ തുറന്നു നോക്കി അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, ഏത് സിസ്റ്റം ആണെങ്കിലും ഇപ്പൊ നമ്മൾ ജോലിയാണെങ്കിലും നമ്മളവിടെ വർക്ക് ചെയ്യണം. 80% നമ്മൾ എഫോർട്ട് ഇട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് 20% അവിടെ നിന്ന് ശമ്പളമോ വരുമാനമായിട്ട് നമുക്ക് റെന്യൂമറേഷൻ തരുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. അതെന്താ? ഇവിടെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു കമ്പനിയൊന്നുമല്ല. ഇത്രയും ബൃഹത്തായ ഈ സിസ്റ്റമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വരുമാനം എങ്ങനെ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതിന്റെ ടെക്നോളജി എന്താ ചെയ്തിരിക്കുന്നത്? 1.5 കോടി ടോക്കൺ ഇതുള്ളൂ. ഞാൻ പറഞ്ഞു 9 ലക്ഷം DP ആയിട്ട് വന്നെങ്കിൽ ആകെ 1.5 കോടി ടോക്കൺ ഉള്ളൂ. അതിൽ 80% സിസ്റ്റം ഹോൾഡ് ചെയ്യും. ബാക്കി എത്ര ടോക്കൺ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 800 കോടിയിലധികം, ഇന്ത്യയിൽ മാത്രം 140 കോടി ആൾക്കാരുണ്ട്. അപ്പോ ഈ ടോക്കൺ ഇത്രയും ചുരുങ്ങിയ ടോക്കണുകളേ ഉള്ളൂ. അപ്പൊ അത് മാത്രം. അപ്പൊ ഈ വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഈ ബ്ലോക്ക് ചെയിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിനും വേണ്ട ടെക്നോളജി പേൾ വൈൻ ഇന്റർനാഷണൽ ആണ് കൊടുക്കുന്നത്. അത് അവർക്ക് കോടാനുകോടി രൂപയാണ് കിട്ടുന്നത്. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ അംശമാണ് നമുക്ക് തരുന്നത്. അത് തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു, നമുക്ക് നമ്മുടെ മറ്റൊരാൾക്കാർക്ക് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വരുമാനം. കാര്യം നമ്മളിവിടെ ടോക്കൺ ഫാമിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 13,000 കൊണ്ട് നമ്മൾ ടോക്കൺ ഫാമിങ് ചെയ്യുമ്പോൾ നമുക്ക് 26 രൂപയാണ് കിട്ടുന്നത്. 72% ഇൻട്രസ്റ്റ് റേറ്റ് വരും. അത് നോക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടിയാൽ നമുക്ക് എത്രയാണ്? 8% ഒക്കെ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ. വളരെ തുച്ഛമായ പലിശയാണ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ 2 സ്ഥലത്താണ് വരുമാനം വന്നത്. അപ്പൊ അതൊക്കെ കൂടെ നോക്കാമെങ്കിൽ എന്താണ് ഇതിനകത്ത് നടക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തി പോകും. അതാണ് ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിസ്റ്റം നമ്മുടെ കരങ്ങളിൽ കിട്ടിയിട്ട് ഇതുമായി നിങ്ങൾ ദയവ് ഇത് എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതും വെച്ചിട്ടിരിക്കുകയാണ്, ആരെയും ചേർക്കാൻ പറ്റുന്നില്ല. ഇത് ആളെ ചേർക്കുന്ന പരിപാടി അല്ല ഇത്. ഈ സൗഭാഗ്യം കൊടുക്കലാണ്, പറയലാണ് നമ്മുടെ ജോലി. വരേണ്ടത് അവരുടെ ആവശ്യമാണ്. നമ്മൾ ഒരാളെയും പുറകെ നടക്കേണ്ട കാര്യമില്ല. അല്പം കൂടെ കഴിഞ്ഞത് ട്രേഡിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെയും തിരക്കി ആൾക്കാർ വരുന്ന കാലം ഒട്ടും താമസിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇന്ന് എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഈ ജഗദീശ്വരൻ ഈ